ഹായ്, ഷജീർ കളരിക്കൽ. കഴിഞ്ഞ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഈ ആശയവുമായി മുന്നോട്ട് വരാൻ കാരണം ഒരു ഗൗരവമായ ഒരു കാരണം ഞാൻ നിങ്ങളെ അറിയിക്കുന്നതാണ് എന്നുള്ളത്. ഇന്ന് യൂട്യൂബേഴ്സ് വളരെ സെലിബ്രിറ്റികളായ ഒരു സമയമാണ്. നമ്മുടെ വീട്ടുകൾ, നമ്മുടെ കുട്ടികൾ പോലും അവിടെ അനുകരിച്ചു കൊണ്ടിരിക്കുന്ന സമയം. എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കാണ്. അതിനു മുമ്പായി കഴിഞ്ഞ തവണ വീഡിയോ കണ്ടവർ പലരും സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരുണ്ടാവും. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്ന് നമ്മൾ സെലിബ്രിറ്റികളായ ഒരു സന്ദർഭം ഞാൻ സൂചിപ്പിച്ചത്, ഇന്ന് നമ്മുടെ കുട്ടികളും സമൂഹവും വളരെ വലിയ രീതിയിൽ യൂട്യൂബേഴ്സിനെ അനുകരിച്ചു കൊണ്ടിരിക്കുന്നു പലരും. പക്ഷേ എന്നാൽ നമുക്കറിയാം, നല്ലൊരു ശതമാനം യൂട്യൂബേഴ്സ് സമൂഹത്തിന് മാതൃകാപരമായ രീതിയിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ മാറുന്ന ഈ ലോകത്ത് പല അപ്ഡേഷനും നമുക്ക് അതാത് സമയങ്ങളിൽ എത്തിക്കുന്നു. വിവിധ നാടിൻ്റെയും ഹിസ്റ്ററികൾ നമുക്ക് പങ്കുവെക്കുന്നു. ആരോഗ്യ സംബന്ധമായിട്ടുള്ള അറിവുകൾ നമുക്ക് പകർന്നു നൽകുന്നു. ഇങ്ങനെ തുടങ്ങി നല്ല ഇടപെടൽ നടത്തുന്ന നല്ലൊരു ശതമാനം യൂട്യൂബേഴ്സ് നമുക്കിടയിൽ ഉണ്ടെങ്കിലോ, നമ്മുടെ കേരളീയ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം നാണവും മാനവും അച്ചടക്കവുമുള്ള ഈ ഒരു സംസ്കാരത്തിനെ നാണം കെടുത്തുന്ന രീതിയിലോ അതല്ലെങ്കിൽ നമ്മെ സംബന്ധിച്ചോ നമ്മെ മോശമാക്കുന്ന തരത്തിലേക്കോ പല ഇടപെടലും യൂട്യൂബേഴ്സ് നടത്തി വരുന്നു എന്നുള്ളത് നമുക്ക് സംബന്ധിച്ച് ഒരു യാഥാർത്ഥ്യമാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുക എന്നുള്ളത്, ഞാനും എൻ്റെ ഭാര്യയും കുട്ടികളും കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ പോയ സമയത്ത് എൻ്റെ വൈഫിൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മകൻ, 6 വയസ്സായ മകൻ, അന്ന് മൊബൈൽ വാങ്ങിച്ച് ദൂരേക്ക് ഓടിപ്പോകുകയോ, തിരിച്ച് അവൻ വന്നപ്പോൾ വളരെ ആഹ്ലാദത്തോടു കൂടി സന്തോഷത്തോടു കൂടി അവൻ്റെ കയ്യിലുള്ള മൊബൈലിൽ പടം ഉയർത്തി കാണിക്കുകയുണ്ടായി. ഒരു യൂട്യൂബറോടൊപ്പം അവന് സെൽഫി കൊടുത്തതായിരുന്നു. അത് വളരെ സന്തോഷം അവൻ കണ്ടെത്തുന്നുണ്ടായിരുന്നു. സമാനമായ സംഭവം വൈഫിൻ്റെ കൂടെ പിന്നീട് ഒരിക്കലും പുറത്തു പോയപ്പോൾ അവനിൽ നിന്ന് ഉണ്ടായി. കാരണം ഇന്ന് നേരത്തെ പോലെയല്ല. നേരത്തെ നമ്മുടെ കുട്ടികൾക്ക് ഫോൺ ഉപയോഗത്തിനായി അവർ നമ്മുടെ പിന്നാലെ നടക്കുന്ന രീതിയാണ്, കൗതുകരമായ കാഴ്ചകൾ കാണാനോ അതുപോലെ മറ്റു ഗെയിമോ എന്നീ ആവശ്യങ്ങൾക്ക്. എന്നാൽ ഇന്ന് അവരുടെ അവകാശമായി മാറിയിരിക്കുകയാണ് മൊബൈൽ. കാരണം ഇന്ന് മദ്രസ പഠനം, ട്യൂഷൻ പഠനം, സ്കൂൾ പഠനം എന്നീ പഠനങ്ങളെല്ലാം ഇന്ന് ഓൺലൈൻ വഴി ദൈനംദിന കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ അവരുടെ അവകാശമായി മാറിയിരിക്കുകയാണ്. നേരത്തെ 10ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടിക്കോ അതല്ലെങ്കിൽ +2 വിദ്യാഭ്യാസം പൂർത്തീകരിച്ച കുട്ടിക്കോ നമ്മുടെ പേരൻസ് ഗിഫ്റ്റായി കൊടുത്തത് ഇന്നൊരു പക്ഷേ LKGയിൽ നമ്മുടെ ഒരു കുട്ടിയെ ചേർക്കുമ്പോൾ തന്നെ നമ്മൾ അവനക്ക് ഫോൺ വാങ്ങിക്കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. ഈ സമയത്ത് അവൻ ആവശ്യം കഴിഞ്ഞാൽ പിന്നീടുള്ള സമയങ്ങൾ അവൻ എന്ത് കാണുന്നു, എന്ത് ഉപയോഗിക്കണം, ഏത് അപ്ലിക്കേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അവന് ഏത് സൈറ്റാണ് സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊന്നും നമുക്കറിയില്ല. ഈ അടുത്ത കാലത്തായിട്ട് പല ഞെട്ടിക്കുന്ന സംഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. യൂട്യൂബേഴ്സ് സ്വന്തം വീഡിയോകൾ വൈറലാവുന്നുണ്ട്. ചില ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കോപ്രായത്തരങ്ങൾ, അപകടകരമായ ചില കാര്യങ്ങൾ, പല ജീവൻ പോലും ബലി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇത് അനുകരിച്ചതിന് പേര് ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുള്ള അപകടത്തിലേക്ക് പോയ കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ നേരത്തെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കറിയാം വളരെ അച്ചടക്കത്തോടു കൂടിയും വളരെ ഒരു നാണിച്ചും നമ്മൾ കൊണ്ടുവരുന്ന പലതും ഇന്ന് സമൂഹത്തിന് മുന്നിലേക്ക് വൈറലാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂട്ടത്തിൽ പലരും. സ്വന്തം അടുക്കളയിൽ മീൻ മുറിക്കുന്നത് മുതൽ പാത്രം കഴുകുക, വസ്ത്രം അലക്കുക, എന്തിന് സ്വന്തം ഭർത്താവിന് എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുന്നത് പോലും ലോകത്തിന്റെ മുന്നിലേക്ക് കാണിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ച. ഇന്ന് അടുക്കളയിൽ എന്ത് നടക്കുന്നു, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ എന്ത് നടക്കുന്നു, ഇത് കൃത്യമായി സ്വന്തം വീഡിയോയിൽ പകർത്തിക്കൊണ്ട് നമ്മൾ തന്നെ വൈറലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവണത. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്കറിയാം സമൂഹത്തിൽ നിന്ന് വളരെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്പേസ് ഒഴിഞ്ഞു കിടക്കുകയാണ് നമുക്ക് നന്മയുടെ വഴിയിലേക്ക് എന്നുള്ളതാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കൈരളി TV ഒരു കുട്ടിക്ക് അവാർഡ് നൽകിയിരുന്നു. ആ കുട്ടിയുടെ പേര് നൂറ എന്നായിരുന്നു. ആ കുട്ടി പ്രസവിച്ച് വീഴുന്ന സമയത്ത് ഡോക്ടർ ആ കുട്ടിയുടെ രക്ഷിതാക്കളോട് ചോദിച്ചത്, നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾക്ക് കാണണോ എന്നുള്ളതായിരുന്നു. ഇത് നൂറ തന്നെ എടുത്തു പറയുകയുണ്ടായി. കാരണം എൻ്റെ രക്ഷിതാവ് അന്ന് പറഞ്ഞത്, എനിക്ക് കാണണം എൻ്റെ മകളെ എന്നുള്ളതായിരുന്നു. കാരണം കൈകാലുകൾക്ക് പാതി സ്വാധീനം മാത്രമുള്ള ആ കുട്ടിയെ അവർ കൈകളിലേക്ക് ഏറ്റുവാങ്ങി എന്ന് മാത്രമല്ല, അവർ ആ കുട്ടിക്ക് ഇട്ട പേര് നൂറ എന്നായിരുന്നു, പ്രകാശം എന്നായിരുന്നു. കൈരളി TV ആ കുട്ടിക്ക് അവാർഡ് കൊടുക്കുന്ന സമയത്ത് കൈകാലുകളില്ലാത്ത ആ കുട്ടി വളരെ ഏറെ ഭംഗിയായും കൊണ്ട് അദ്ദേഹം വയലിൽ രാഗം തീർക്കുന്നു. അതോടൊപ്പം തന്നെ കടലാസ് തുണ്ടുകളിൽ കരകൗശല അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. നല്ല പാട്ട് ആ കുട്ടി പാടുന്നു. അതോടൊപ്പം തന്നെ ആ കുട്ടി ഒരു സന്നദ്ധ പ്രവർത്തകയായി മാറുന്നു. ക്യാൻസർ രോഗികളെ സന്ദർശിച്ചും അവരെ പരിചയിച്ചു കൊണ്ടു. MA ബിരുദധാരിയാകിയ ആ കുട്ടി ഒരു കോളേജ് ടീച്ചർ ആവണമെന്ന ആഗ്രഹത്തോടു കൂടി മുന്നേറുന്നു. ആ രക്ഷിതാക്കൾ ആ കുട്ടിയിൽ കണ്ട സ്വപ്നം, അവർക്ക് നൽകിയ പിന്തുണ ലോകത്തിൻ്റെ ഒരു മാതൃകയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമാനമായ സംഭവങ്ങൾ ഒരുപാട് നമുക്കുണ്ട്. കോഴിക്കോട് സ്വദേശി രാസിഫ് കൈകാലുകൾക്ക് സ്വാധീനമില്ലാത്തത് നീന്തലിലൂടെയാണ് റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഒരു കൈകളില്ലാത്തൊരു കുട്ടി ഡ്രൈവിംഗ് ലൈസൻസ് കരസ്ഥമാക്കിയതും ഈ കേരളത്തിലാണ്. അതുപോലെ ഒരുപാട് സ്പേസ് ഈ മാറുന്ന ലോകത്ത് നമ്മുടെ കുട്ടികളുടെ ബുദ്ധിയും നമ്മുടെ കുട്ടികളുടെ കഴിവും നമുക്ക് ആവശ്യമുണ്ട്. അവരുടെ രുചികൾ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ കഴിവുകൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ട് ലോകത്തെ അറിയിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് ഈ സോഷ്യൽ മീഡിയ വഴി. എന്നാൽ സ്വന്തം പിതാവിനെ തല്ലിയോ, സ്വന്തം മാതാവിനെ തല്ലിയോ, സ്വന്തം കുടുംബത്തെ അവഹേളിച്ചോ, അപഹാസ്യരാക്കിയോ ആളുകൾ ചിരിക്കുന്ന
അത്തരത്തിൽ കോപ്രായത്തരങ്ങളിലൂടെ വൈറലാക്കിക്കൊണ്ടിരിക്കുന്ന ഇത് ഒരു തെറ്റായ സന്ദേശമാണ് നമ്മുടെ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ ഇത്തരത്തിലുള്ള പേരൻസിനോടൊക്കെ എന്നെ സൂചിപ്പിക്കുവാനുള്ളത്, നല്ല സ്പേസ് ഈ സോഷ്യൽ മീഡിയയിൽ നമുക്കുണ്ട്. അവരുടെ കഴിവുകൾ കണ്ടെത്തി അതിനെ നമ്മൾ പിന്തുണയ്ക്കേണ്ടതുണ്ട്, അതിന് നാം പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഇന്ന് ലോകം പുരോഗതിയിലേക്ക് പോകുമ്പോൾ ആ പുരോഗതിയുടെ കൈത്താങ് ആരുതെന്ന് നോക്കിയാൽ ഒരു പക്ഷെ നമുക്ക് അഭിമാനിക്കാൻ സാധിക്കൂ, ഓരോ മലയാളിയുടെയും കൈത്താങ് അതിലുണ്ട്. കാരണം നമ്മൾ അതിന് കൊടുത്ത മുൻഗണനയായിരുന്നു. അതുകൊണ്ട് വരും തലമുറയുടെ ഭാവിയാണ് ഇന്ന് നമ്മൾ ഇത്തരത്തിലുള്ള കോപ്രായത്തരങ്ങൾക്ക് വേണ്ടി നമ്മൾ അവരെ തളച്ചിടുന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള ഈ ഫോണിൽ മാത്രം ഒഴുകുമ്പോൾ അവർ അലസന്മാരായി മാറുക എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ നമ്മുടെ വീടുകളിൽ ഓടിയും ചാടിയും നടന്ന കുട്ടികൾ ഇന്നൊരു ഫോൺ എടുത്തുകൊണ്ട് മണിക്കൂറോളം വീടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരുന്നു കൊണ്ട് അവൻ എന്ത് കാണും നമ്മൾ മനസ്സിലാക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട പേരൻസ് മനസ്സിലാക്കേണ്ടത്, അതിനുശേഷം നമ്മൾ കൃത്യമായിട്ട് സെർച്ച് ചെയ്യേണ്ടതുണ്ട്. നമ്മളൊരു പക്ഷേ ഫോൺ കൊടുത്താൽ അത് അനാവശ്യമായി എൻ്റെ മക്കളൊന്നും കാണില്ല എന്നൊരു വിശ്വാസം നല്ലതാണ്, നമ്മുടെ കുട്ടികളുടെ നമ്മുടെ കോൺഫിഡൻസ് നല്ലതാണ്. പക്ഷേ അവരല്ല അതിലേക്ക് നയിക്കുന്നത്. അവരെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ഈ സാങ്കേതിക വിദ്യകളാണ്. അതുകൊണ്ട് അവർ അറിയാതെ അകപ്പെട്ടു പോവുകയാണ്. പലരും ഫോണിൽ കണ്ട പല അശ്ലീല ചിത്രങ്ങളാൽ അതല്ല മറ്റു പല ആപ്ലിക്കേഷനിലും മറ്റു പല സെർച്ചും ചെയ്തിട്ട് അതിൽ എഡിറ്റ് ആയതിൻ്റെ പേരിൽ അവർ വീണ്ടും അവരുടെ പൂർവ്വസ്ഥിതിയിലേക്ക് അവരെത്തിക്കുന്നതിന് വേണ്ടി പല കൗൺസിലർമാരെയും അവർ കുട്ടികളുമായി രക്ഷിതാക്കൾ സമീപിച്ചുകൊണ്ടിരിക്കുന്നത് പ്രവണത വർദ്ധിച്ചു വരിക എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഫോൺ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമുക്കറിയാം അവർ ഏതെല്ലാം ആപ്ലിക്കേഷൻ തിരഞ്ഞെടുത്തു, അവർ ഏതെല്ലാം സൈറ്റിലേക്ക് പോയി എന്നറിയാൻ നമ്മുടെ ഈ സ്മാർട്ട് ഫോൺ വഴി നമുക്ക് സാധിക്കും. അതുകൊണ്ട് കുട്ടികളുടെ ഉപയോഗം കഴിഞ്ഞാൽ നമ്മൾ പരിശോധിക്കണം, നല്ലതാണ്. വളരെയേറെ നല്ല രീതിയിലേക്ക് ഈ സമൂഹത്തിന് മാതൃകാവുന്ന തരത്തിലേക്ക് സോഷ്യൽ മീഡിയ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഈ സോഷ്യൽ മീഡിയ പിന്നിലുള്ള അപകടങ്ങൾ നാം തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത രീതിയിലേക്ക് പലതരത്തിലുള്ള കോപ്രായത്തരങ്ങളും ഇത്തരത്തിലുള്ള ഈ യൂട്യൂബേഴ്സ് കാണിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ സ്വാഭാവികം അത് അനുകരിക്കാൻ തയ്യാറാകും. നമുക്കറിയാം, നമ്മുടെ കേരളയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭക്ഷിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ ആദരവോട് കൂടിയിട്ട് ഒരു മണി വറ്റൊന്ന് താഴെ വീണാൽ അത് എടുത്തുകൊണ്ട് നമ്മൾ അതിനെ ബഹുമാനിച്ച് നമ്മൾ ഇന്ന് ചില യൂട്യൂബേഴ്സ് മറ്റുള്ളവരുടെ തമാശക്കോ അവരുടെ ചിരിക്കോ വേണ്ടിയിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം ഭക്ഷണ പദാർത്ഥം പോലും അടിവസ്ത്രത്തിലേക്ക് ഇടുന്ന കാഴ്ച. ഈ രീതിയിലേക്ക് നമുക്കറിയാം പലതരത്തിലുള്ള നമുക്ക് യോജിക്കാൻ പറ്റാത്ത, പ്രത്യേകിച്ച് കേരളീയ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം നാണവും മാനവും സംസ്കാരമുള്ളവരായിരുന്നു. പരിഗണിക്കേണ്ടവർ പരിഗണിച്ചു, ബഹുമാനിക്കേണ്ടവർ ബഹുമാനിച്ചു, ആതിഥ്യ മര്യാദ എല്ലാം പുലർത്തിപ്പോയവരായിരുന്നു. എന്നാൽ ഇന്ന് ബീഹാറുകളെയും ആസാമികളെയും തുടങ്ങി മറ്റു സ്റ്റേറ്റിലെ ആളുകളെ പോലും നാണിപ്പിക്കുന്ന തരത്തിലുള്ള കോപ്രായത്തരങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിൽ നാളെ എന്ത് കോപ്രായത്തരം കാണിക്കണം എന്നുള്ളതിന് വേണ്ടി അവൻ ചിന്തിച്ചു കൂട്ടാതെ ഈ ലോകത്തിന് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതു, ഈ സമൂഹത്തിന് എൻ്റെ മകനാൽ എന്ത് എനിക്ക് നൽകാൻ കഴിയുമെന്നുള്ള ചിന്തയാണ് നമ്മളിൽ ഉണർന്നു വരേണ്ടത്. അവരുടെ രുചി മനസ്സിലാക്കി അവരുടെ ആ രുചിയിൽ അവരെ നിലനിർത്തിക്കൊണ്ട് അവരുടെ കായിക കലാ ചിത്ര മേഖലകളെ അവൾ വളർത്തിക്കൊണ്ട് ആ രീതിയിലുള്ള ഈ പ്രദർശനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ട് ഇത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് പറയുകയാണ്. എന്നെ സേവിച്ച പ്രേക്ഷകർക്ക് നന്ദി പറയുന്നു. വീണ്ടും നമുക്ക് കാണാം. ബൈ.